കണ്ണൂർ ജില്ലയിൽ ആവേശം നിറച്ച LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പര്യടനം തുടരുന്നു. വൻ ജനാവലിയാണ് ജാഥയെ സ്വീകരിക്കാനായി എല്ലാ കേന്ദ്രങ്ങളിലും എത്തുന്നത്. മട്ടന്നൂർ, അഴീക്കോട്, കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ ജാഥ സ്വീകരണം. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ഒഴുകിയെത്തുന്നത് വൻ ജനക്കൂട്ടം. കണ്ണൂരിന്റെ കരുത്തുകാട്ടി ജില്ലയിൽ പര്യടനം തുടരുകയാണ് വികസന മുന്നേറ്റ ജാഥ. വാദ്യമേളങ്ങളും കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്രയോടെയായിരുന്നു മട്ടന്നൂരിലെ ജാഥ സ്വീകരണം. അഴീക്കോട് മണ്ഡലത്തിലെ വൻകുളത്ത് വയലിൽ ജാഥയ്ക്ക് ലഭിച്ചത് ആവേശോജ്വല വരവേൽപ്പ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരേണ്ടതിന്റെ ആവശ്യകതയും ഇടതുഭരണത്തിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റവും ചൂണ്ടിക്കാട്ടിയായിരുന്നു MP ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗം. ശബരിമല കേസിലെ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം അന്വേഷണത്തെ ബാധിക്കില്ലെന്നും രണ്ട് പെരുങ്കള്ളന്മാർ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു, വളരെ ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. SIT അന്വേഷണം മാതൃകാപരമാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റുമായിട്ട് അതിന് യാതൊരു തര ബന്ധവുമില്ല. CBIക്കാർ പോലും ഡെപ്യൂട്ടേഷന് പോകുന്ന അതത് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കൃത്യമായിട്ട് പറയാണ് കോടതി. അതുകൊണ്ട് സാങ്കേതികത്വത്തിന്റെ പേരിൽ ആർക്കെങ്കിലും ജാമ്യം കിട്ടിയാലൊന്നും ഈ കേസ് ഒഴിവാകുന്ന പ്രശ്നമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. KC വേണുഗോപാലന്റെ കാലത്താണ് ഈ പോറ്റി ശബരിമലയിലെത്തിയത്. അപ്പോൾ ആരാണപ്പാ എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടിയപ്പാ അത് UDF ആണപ്പാ. കണ്ണൂരിലെ സ്വീകരണ കേന്ദ്രത്തിലും സദസ്സ് നിറഞ്ഞു കവിഞ്ഞു. ആവേശം അലയടിച്ച തലശ്ശേരിയിലെ ജാഥാ സ്വീകരണത്തോടെയായിരുന്നു ബുധനാഴ്ചത്തെ ജാഥാ പര്യടനത്തിന്റെ സമാപനം. കൈരളി ന്യൂസ്, കണ്ണൂർ.